ഹായ്, വെൽക്കം ടു മാത്തമാറ്റിക്സ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ സൈനും അതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടു. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും അതിൻ്റെ ഗ്രാഫുമാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമൈനും റേഞ്ചും നോക്കാം. ലെറ്റ് y ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് y ഈക്വൽ ടു കോസ് എക്സ്. രണ്ട് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂസ് -1നും 1നും ഇടയ്ക്കായിരുന്നു. നമുക്ക് ആ ടേബിൾ നോക്കാം. നോക്കി ഇവിടെ കാണാം 0, 90, 180, 270, 360. ഇവിടെ എല്ലാം സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂസ് എങ്ങനെ പോയിരിക്കുന്നത്? 0ൽ സൈൻ 0 1, കോസ് 0 1, സൈൻ 0 0, കോസ് π/2 0, സൈൻ π/2 1. അല്ല, എല്ലാം 0, -1, 1. ഈ മൂന്ന് വാല്യൂസ് തന്നെയാണല്ല. 0യും 1ഉം -1 മാത്രമേ വരുന്നുള്ളൂ. എവിടെയൊക്കെ? 0ൽ, 90ൽ, 180, 270. ഇതിങ്ങനെ എത്ര റൊട്ടേഷൻ പോയാലും വാല്യൂസ് മാറുന്നില്ല അല്ലേ? ഈ ആൻറ്റി ക്ലോക്ക് വൈസിന് തിരിച്ച് ക്ലോക്ക് വൈസിലാണെങ്കിൽ പൈൻ്റെ സ്ഥാനത്ത് -π വരും, π/2ൻ്റെ സ്ഥാനത്ത് -π/2 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ വാല്യൂസ് മാറുന്നില്ല. അതുപോലെ ഇവിടെ നോക്കി, ഈ ടേബിളിൽ നോക്ക്, സൈൻ π/6, π/4, π/3 എല്ലാം ഇതെല്ലാം പോസിറ്റീവാണ്, 1ലും താഴെയാണ് അല്ലേ? നമുക്ക് മൊത്തത്തിൽ എങ്ങനെ പറയാം? എക്സിന് ഏത് വാല്യൂ എടുത്താലും സൈൻ എക്സിൻ്റെ വാല്യൂ 1നും -1നും ഇടയ്ക്കായിരിക്കും. അതുപോലെ എക്സിന് ഏത് വാല്യൂ എടുത്താലും, ഏത് റിയൽ നമ്പർ എടുത്താലും കോസ് എക്സിൻ്റെ വാല്യൂ 1നും -1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ച് എഴുതിക്കൂടെ? ഡൊമൈൻ ഓഫ് സൈൻ എക്സ് എന്താ എഴുതാം? നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. എക്സിന് ഏത് വാല്യൂ, അതായത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എക്സിന് എടുക്കാം. ഡൊമൈൻ ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ? റേഞ്ച് ഓഫ് സൈൻ എക്സ് എന്തെന്ന് കിട്ടും? 1നും -1നും ഇടയ്ക്ക്, ഇൻ്റർവെൽ -1നും 1നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും. മാക്സിമം 1 വരെ, മിനിമം -1 വരെ. അതിനുള്ളിലായിരിക്കും എപ്പോഴും സൈൻ എക്സിൻ്റെ വാല്യൂ. ഇനി അതുപോലെ ഡൊമൈൻ ഓഫ് കോസ് എക്സ് എടുത്താലോ? അത് നമുക്കറിയാം, എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ആറിൽ ഏത് വാല്യൂങ്കിലും, റിയൽ നമ്പറിലെ ഏത് വാല്യൂ എക്സിന് എടുത്താലും. അതുകൊണ്ട് ഡൊമൈൻ എന്ത് വരും? ആർ തന്നെ വരും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? സെയിം, -1നും 1നും ഇടയ്ക്കായിരിക്കും. അപ്പം നമ്മൾ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടു. ഇനി നമുക്ക് ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു സൈൻ എക്സ് നോക്കാം. അതായത് സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ സൈൻ എക്സിൻ്റെ വാല്യൂ എവിടെയൊക്കെയാണ് 0 ആവുന്നത്? സൈൻ എക്സ് ഈക്വൽ ടു 0 എവിടെയൊക്കെയാണ്? എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എവിടെയൊക്കെ വരും? 0 വരുന്ന വാല്യൂസ് 0 നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. 0, π, 2π, 3π എക്സെട്ര അല്ലേ? അതുപോലെ നെഗറ്റീവ് π, -2π, -3πയിലെല്ലാം സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഇനി സൈൻ എക്സിൻ്റെ വാല്യൂ 1 വരുന്നതോ? നെഗറ്റീവ് ഉണ്ട് കേട്ടോ, അവിടെ -π എക്സെട്ര. സൈൻ എക്സ് ഈക്വൽ ടു 1 വരുന്ന എവിടെയൊക്കെയാണ്? എക്സ് ഈക്വൽ ടു π/2, 5π/2, 5π/2 എക്സെട്ര. അതായത് π/2 ഇതാണ് 1 മാർക്ക് ചെയ്യുക, -1. 1നും -1നും ഇടയ്ക്ക് തന്നെ വരുള്ളൂ. എപ്പോഴും സൈൻ എക്സിൻ്റെ വാല്യൂ 1നും -1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ സൈൻ എക്സ് 1 വരുന്ന വാല്യൂസ് π/2ൽ 1 ആണ്. പിന്നെ 3π/2, ഇതാണ് 3π/2. 3π/2 എത്തുമ്പോൾ -1 വരും. π/2ൽ 1 ആണ്, 3π/2 എത്തുമ്പോൾ -1 വരും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കൂടി പൈയിലെത്തുമ്പോൾ വീണ്ടും 0 വന്നു, 3π/2ലെത്തുമ്പോൾ -1 വന്നു, 2πയിലെത്തുമ്പോൾ 0 വന്നു. പിന്നെ അടുത്തത് 5π/2ലെത്തുമ്പോൾ വീണ്ടും 1 വന്നു, ഇതാണ് 5π/2.
2π 3π-നും 2π-ൻ്റെ ഇടയ്ക്ക് 3 + 2 5π/2 വരും. വീണ്ടും ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവ് വരും. ഇങ്ങനെ പോകും അല്ലേ സൈന്. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിലോട്ട് നെഗറ്റീവ് പൈയിൽ 0 ആണ്, അതുപോലെ നെഗറ്റീവ് π/2 -1 വരും. ഞാൻ വരച്ച അത്ര ശരിയായിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. അപ്പം നിങ്ങൾ വാല്യൂസ് നോക്കുക. അതുപോലെ സൈൻ എക്സ് ഈക്വൽ ടു -1 എന്ന് എഴുതിയില്ല. എക്സ് ഈക്വൽ ടു ഏതൊക്കെ വരും? -1 വരുന്നതാണ്. 3π/2 3π/2 7π/2 എക്സെട്ര. ഇങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. അത് 1-നും -1-നും ഇടയ്ക്കായിരിക്കും. 0-ൽ നിന്ന് 1-ലേക്ക്, പിന്നെ വീണ്ടും 0-ലേക്ക്, -1-ലേക്ക്, അങ്ങനെ അങ്ങനെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് പോകും. ഇനി നമുക്ക് കോസ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. കോസ് എക്സിൻ്റെ വാല്യൂ എവിടേക്കാണ് 0 ആകുന്നത്? കോസ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു x ഈക്വൽ ടു അതൊക്കെ വാല്യൂലാണ് π/2 3π/2 5π/2 അങ്ങനെ അല്ലേ? π/2 3π/2 5π/2 എക്സെട്ര 7π/2 അങ്ങനെ പോകും. ഇനി കോസ് എക്സ് 1 ആവുന്നതോ? നമുക്ക് ആദ്യം 0 ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് π/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. π/2 3π/2 5π/2 മാർക്ക് ചെയ്യാം. π/2 3π/2 5π/2 ഇങ്ങനെ 7π/2. ഇവിടെയൊക്കെ എന്താണ്? കോസിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? കോസിൻ്റെ വാല്യൂ ഈ പോയിന്റിലെല്ലാം 0 ആണ്, അതായത് ഈ ആക്സിസിൽ കൂടെ പോകും. ഇനി 1 വരുന്നതോ? കോസ് എക്സ് 1 വരുന്നത് എക്സ് ഈക്വൽ ടു 0 2π, അതായത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈയിലെല്ലാം 1 ആയിരിക്കും. അതുപോലെ കോസ് എക്സ് നെഗറ്റീവ് വരുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈയിലായിരിക്കും. പൈ 3π 5π എക്സെട്ര. പിന്നെ ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതായത് 1 വരുന്ന വാല്യൂസ് എടുക്കുക. 0-ൽ 1 ആണ്, ഇതാണ് 1, ഇത് -1. 0-ൽ 1 ആണ്, π/2-ൽ എത്തുമ്പോൾ 0 ആയി. ഇനി ഇവിടെ പൈയിലെത്തുമ്പോൾ -1 ആകും അല്ലേ? -1 ആകും. വീണ്ടും 3π/2-ൽ എത്തുമ്പോൾ നമുക്ക് 0-ലെത്തും. പിന്നെ വീണ്ടും 2π-ലെത്തുമ്പോൾ 1-ലെത്തും. എൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. 0-ക്കും π/2-നും ഇടയ്ക്കുള്ളൊരു വാല്യൂ എടുത്ത് π/4 ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. 1-നും താഴെയായിരിക്കും, 0-ക്കും 1-നും ഇടയ്ക്കായിരിക്കും. ഇടയ്ക്കുള്ളത് എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. 2π-ലെത്തുമ്പോൾ വീണ്ടും 1-ലെത്തി, വീണ്ടും 5π/2-ലെത്തുമ്പോൾ 0 എത്തും. 1 ഇങ്ങനെ പോകും. അതുപോലെ ഇവിടെ ഈ റെഡ് മാർക്കിട്ട് അടുത്തൊക്കെ 0 അല്ല, അടുത്തെല്ലാം 1 അല്ലെങ്കിൽ -1 വരും. ഏകദേശം കറക്റ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ് ഓഫ് ടാൻ എക്സ് നോക്കാം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് അല്ലേ? അപ്പം അതിൻ്റെ ഡൊമെയിനും റേഞ്ചും നോക്കിയാൽ ഡൊമെയിൻ ഇവിടെ കോസ് എക്സ് 0 വരാൻ പാടില്ല ഒരിക്കലും. കാരണം സൈൻ എക്സ് ബൈ 0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്തായി? നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. 1/0 ആണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലോട്ട് പോകും, അല്ലെങ്കിൽ -1/0 ആണെങ്കിൽ അത് -ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ താഴെ 0 വരാൻ പാടില്ല. അപ്പോൾ ഡൊമെയിൻ ഓഫ് ടാൻ എക്സ് എങ്ങനെ എഴുതാം?
സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് വേറെ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു കോസ് എക്സ് 0 ആവാൻ പാടില്ല. കോസ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏതാ? കോസ് എക്സ് 0 ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണ്. അതായത് 2n + 1 × പൈ ബൈ 2 എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. 2 എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ ആയിരിക്കും. 2n കൂടെ 1 കൂട്ടിയാൽ ഓഡ് നമ്പർ ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 കോസിന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഒരിക്കലും ഈ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 2n + 1 × പൈ ബൈ 2 വരാൻ പാടില്ല. അതായത് കോസ് എക്സ് നോട്ട് ഈക്വൽ ടു 0 വരണം. കോസ് എക്സ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കിട്ടില്ല, ടാൻ എക്സിൻ്റെ വാല്യൂ കിട്ടില്ല. ഇൻഫിനിറ്റിയിലോട്ട് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതുകൊണ്ട് n ബിലോങ്സ് ടു z. ഇതായിരിക്കും ടാൻ എക്സിൻ്റെ ഡൊമെയിൻ. ഡൊമെയിൻ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം എക്സെപ്റ്റ് 2n + 1 × പൈ ബൈ 2. ഇതിൻ്റെ റേഞ്ച് നോക്കിയാലോ? റേഞ്ച് നമുക്ക് അറിയാം, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ബാക്കി വാല്യൂസ് എല്ലാം വരും. അതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് സൈൻ എക്സ് എവിടെയൊക്കെ 0 ആവും അവിടെയൊക്കെ ടാൻ എക്സ് 0 ആയിരിക്കും അല്ലേ? ടാൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് സൈൻ എക്സ് ഈക്വൽ ടു 0 അല്ലെ? സൈൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ടാൻ എക്സ് ഈക്വൽ ടു 0. അപ്പം ടാൻ എക്സ് 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ എക്സ് 0 ആവുന്ന പോയിന്റ് ആണ്. അത് ഏതൊക്കെയാണ്? ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 പൈ 2π 3π അല്ലേ? ഈ ലൈനിലെല്ലാം വരുമ്പോൾ ഇവിടെ 0യിലും പൈയിലും ആ ലൈനിൽ എക്സ് ആക്സിസിൻ്റെ ആ ലൈനിൽ വരുമ്പോഴെല്ലാം സൈൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണെന്ന്. അതാ മറ്റേ പഴയ ഗ്രാഫ് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം, എക്സെട്ര. അപ്പം നമുക്ക് 0 പൈ 2π ഇവിടെ അതുപോലെ ഇങ്ങനെ ഈ വാല്യൂസിലെല്ലാം ടാനിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി കോസിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ടാനിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയി പോകും. ടാനിൻ്റെ വാല്യൂ കോസിൻ്റെ വാല്യൂ 0 ആവുന്ന പോയിന്റുകൾ നമുക്കറിയാം π/2 3π/2 5π/2 അങ്ങനെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് കണ്ടു. π/2 3π/2 5π/2 എക്സെട്ര. അപ്പോൾ π/2 ഇതെന്തായി പോകും? ടാൻ എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയി പോകും. π/2 എത്തുമ്പോൾ π/2 എന്നുള്ള ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുവാണെങ്കിൽ π/2 എത്തുമ്പോഴത്തേനും ടാനിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലെത്തും. ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ അതിന് മുമ്പുള്ള ഫംഗ്ഷനിൽ -π/2 ഇത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പൈയിലെത്തുമ്പോൾ വീണ്ടും 0 വന്നു. 3π/2 എത്തുമ്പോൾ വീണ്ടും ഇത് ഇൻഫിനിറ്റീൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റീന്ന് ഇങ്ങനെയായിരിക്കും ടാൻ എക്സിൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ ഇവിടെ -π/2 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതായിരിക്കും ടാൻ എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, ആദ്യം ഫസ്റ്റ് 0 ആവുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക, പിന്നെ ബാക്കി പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി ഇതുപോലെ നമുക്ക് കോട്ടെക്സിൻ്റെ ഗ്രാഫും വരയ്ക്കാം. കോട്ടെക്സിൻ്റെ ഡൊമെയിൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോട്ടെക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സിന് ഒരിക്കലും 0 സൈൻ എക്സ് ഒരിക്കലും 0 ആവാൻ പാടില്ല അല്ലേ? 0 ആയി കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് കോട്ടെക്സിൻ്റെ ഡൊമെയിനിൽ എങ്ങനെ സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആവാൻ പാടില്ല. അപ്പോൾ എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് വെച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ
ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ വാല്യൂ 0 വരാൻ പാടില്ല. എക്സ് നോട്ട് ഈക്വൽ ടു എൻ പൈ. എൻ പൈയിലാണ് സൈൻ എക്സിൻ്റെ വാല്യൂ 0 വരുന്നത്. അപ്പോൾ എൻ പൈ ആവാൻ പാടില്ല. ഇതായിരിക്കും കോട്ടെക്സിൻ്റെ ഡൊമെയിൻ. റേഞ്ച് നേരത്തെ പോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇവിടെ ഇൻഫിനിറ്റിയിലോട്ട് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നുണ്ട് കോട്ടെക്സിൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വന്നത്. ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് കോട്ടെക്സ് 0 എന്ന പോയിന്റ് നോക്കാം. കോട്ടെക്സ് ഈക്വൽ ടു 0 എപ്പോഴാണ്? കോസെക്സ് 0 ആകുമ്പോഴാണ് അല്ലേ? 0 ഏത് സംഖ്യ വന്നാലും അത് 0 ആയിരിക്കും. 0/1 0, 0/2 0 നമുക്കറിയാം. അപ്പോൾ മേലെയുള്ളത് എന്താണ്? കോസെക്സ് ആണ്. കോസെക്സ് 0 ആവുന്ന പോയിന്റിലെല്ലാം കോട്ടെക്സ് 0 ആയിരിക്കും അല്ലേ? അപ്പോൾ കോട്ടെക്സ് 0 ആവുന്നത് എപ്പോഴൊക്കെയാണ്? വെൻ എക്സ് ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5/2 കോസ് 0 ആവുന്നത്. എക്സ് ഈക്വൽ ടു 5/2, 3π/2, 5π/2 എക്സെട്ര. നമുക്കിത് മാർക്ക് ചെയ്യാം. 0 ആവുന്ന പോയിന്റ്സ് 5/2, 3π/2 പിന്നെ -π/2. 0 ആവുന്ന പോയിന്റ് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് എവിടെയാണെന്ന് നോക്കാം. കോട്ടെക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി വെൻ സൈൻ എക്സ് 0 ആകുമ്പോഴാണ് അല്ലേ? സൈൻ എക്സ് 0 ആകുമ്പോഴാണ് ഇത് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്. വെൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് 0 ആവുന്ന പോയിന്റ്സ് നമുക്കറിയാം. 0π, 2π, 3π. പൈൻ്റെ മൾട്ടിപ്പിളാണ്. 0π, 2π, 3π എക്സെട്ര. 0യിൽ ഇൻഫിനിറ്റിയിലോട്ടാണ്. ഇപ്പോൾ 5/2 എത്തുമ്പോൾ വീണ്ടും നമുക്ക് 1 എത്തണം. ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടെ 5 എത്തുമ്പോഴത്തേനും മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകണം. വീണ്ടും 5 5/2 കഴിഞ്ഞ് 5 ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതാണ്. മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന പോയിന്റ്സ് ആണ് അല്ലേ? നമുക്കറിയാം 0യിൽ ഇൻഫിനിറ്റിയിലോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് പൈ എത്തുമ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകും. 2π എത്തുമ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇങ്ങനെ പോകും. ഇവിടെ അതുപോലെ ഇവിടെ നിന്ന് ഇൻഫിനിറ്റി 5/2 എത്തുമ്പോൾ 0. ഇവിടെ ഇൻഫിനിറ്റി ടച്ച് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ അടുത്തേക്കൂടെ പാസ് ചെയ്താൽ മതി. ഇവിടെ അതുപോലെ ഇങ്ങനെ എത്തുന്നതായിട്ട് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. അതായത് വാല്യൂസ് അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. അപ്പം ഇങ്ങനെയായിരിക്കും കോട്ടെക്സിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ടെക്സിൻ്റെയൊക്കെ ഗ്രാഫും ഉണ്ട്. ഗ്രാഫ് വരയ്ക്കാനൊന്നും എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഈ ഫംഗ്ഷൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നത്. ഇപ്പോൾ പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഗ്രാഫ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും ബാക്കി കൊസീക്കൻ ഗ്രാഫ് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ പോകുന്നത്? സൈൻ എക്സും കോസ് എക്സും നമ്മൾ കണ്ടു. 1നും -1നും ഇടയ്ക്ക് മാത്രമായിരിക്കും വാല്യൂസ് എപ്പോഴും കിട്ടുന്നത്. പക്ഷേ ടാൻ എക്സും കോട്ടെക്സും ഇൻഫിനിറ്റിയിലോട്ടും മൈനസ് ഇൻഫിനിറ്റിയിലോട്ടും പോകുന്നുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മനസ്സിലായി, ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.